കർത്താവായ യേശുവേ സ്തോത്രം. വേർഡ് ഓഫ് ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രതീഷ് KS. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഇന്നത്തെ ദൈവവചന പഠനത്തിൽ കൃപയായി സാന്നിധ്യമായി അങ്ങ് കൂടെ ഉണ്ടാകണമേ. അങ്ങയുടെ സത്യത്തിൽ നടത്തി ഞങ്ങളെ പഠിപ്പിക്കണമേ. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവം തന്നെ അനുസരിക്കുന്നവരെ പരിപാലിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം അധിവസിക്കുന്ന ഭൂമിയുടെ ചിത്രം അഥവാ മാപ്പ് അല്ലെങ്കിൽ ഗ്ലോബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? രാജ്യങ്ങളുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം അറിവ് ലഭിക്കുന്ന അറ്റ്ലസ് പോലെയുള്ള പുസ്തകങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാലാവസ്ഥയെക്കുറിച്ചുള്ള വിവരം കൃത്രിമോപഗ്രഹം അഥവാ സാറ്റലൈറ്റ് വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. മഴയുടെ സാധ്യത, കാറ്റിൻ്റെ വേഗം, കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്നും വിശദമായി അറിയുവാൻ കഴിയും. ശാസ്ത്രീയമായ ഇത്തരം അന്വേഷണങ്ങൾ ആവശ്യമായ ചില വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം ഉപരിയായി നമ്മെ സൃഷ്ടിച്ച, പരിപാലിക്കുന്ന ദൈവത്തെ നമ്മൾ അറിയണം. ഏകസത്യദൈവമായ യേശുവിനാൽ സകലതും സാധ്യമാണെന്ന് വചനം പറയുന്നു. കൃപയും സത്യവും നിറഞ്ഞവനായ യേശു കർത്താവ് തുണയായി, രക്ഷകനായി എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് പ്രകൃതിശക്തികളുടെ മേലും അധികാരമുള്ള ദൈവമായ യേശുവിനെയാണ്. പ്രകൃതി ശക്തികളെ നിയന്ത്രിച്ച യേശു. രണ്ട് വ്യത്യസ്ത സംഭവകഥകളിലൂടെ യേശു തൻ്റെ ശിഷ്യരെ, ഭക്തരെ രക്ഷിച്ച വിധം നമുക്ക് മനസ്സിലാക്കാം. വേദഭാഗം മത്തായി 8:23-27 വാക്യങ്ങൾ, മർക്കോസിൻ്റെ 4:35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. യേശുവിൻ്റെ ഓരോ തീരുമാനങ്ങളിലും യേശു കർത്താവിന് ഒരു പ്രത്യേക പ്ലാൻ അഥവാ പദ്ധതി ഉണ്ടായിരുന്നു. കർത്താവ് ശിഷ്യന്മാരെ എവിടെ അയക്കുന്നുവോ അവരോട് കൂടെ പോകുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഓളങ്ങളിലേക്കും ആഴങ്ങളിലേക്കും ആഴക്കടലിലേക്കും ചിലപ്പോൾ അവൻ നമ്മെ അയച്ചെന്നിരിക്കും. എന്നാൽ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടാനില്ല. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം പ്രശാന്തമായും ഭംഗിയായും നടന്നുകൊള്ളുമെന്നും ആരും ചിന്തിക്കണ്ട. കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ജീവിത പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഖമായി യാത്ര ചെയ്യാമെന്ന് വിചാരിക്കരുത്. അപ്പോഴും ഓളങ്ങളും തിരകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കും. എന്നാൽ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ടും കുലുങ്ങിപ്പോകേണ്ടതില്ല. കർത്താവ് എവിടെയുണ്ടോ അവിടെ ശാന്തതയും സമാധാനവും ഉണ്ടാകും. ഒരു ദിവസം കർത്താവ് ശിഷ്യന്മാരെയും കൂട്ടി സന്ധ്യാനേരത്ത് പടകിൽ അഥവാ ബോട്ടിൽ ഗലീല കടലിനക്കരെ പോകാൻ തീരുമാനിച്ചു. ഗലീല പ്രദേശത്ത് കടൽ ഭൂമിയിൽ നിന്ന് 600 അടി, അതായത് ഏകദേശം 180 മീറ്റർ താഴെയാണ്. ഈ ഭൂമിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സമുദ്രനിരപ്പ് അഥവാ സീ ലെവൽ എന്ന് പറയുന്നത് ലോകമെമ്പാടും 0 ഫീറ്റ് അല്ലെങ്കിൽ
0 അടിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സീ ലെവലിൽ നിന്ന് ഉയരമുള്ള പ്രദേശങ്ങളെ പോസിറ്റീവായും താഴ്ന്ന പ്രദേശങ്ങളെ നെഗറ്റീവായും രേഖപ്പെടുത്തുന്നു. അങ്ങനെ പറയുമ്പോൾ ഗലീല കടൽ -600 അടി അഥവാ -180 മീറ്റർ കീഴെയാണുള്ളത്. അതുകൊണ്ട് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ കാറ്റിൻ്റെ സമ്മർദ്ദം കൊണ്ട് പെട്ടെന്ന് കൊടുങ്കാറ്റുണ്ടാകുമെന്ന് യാത്രക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവും ശിഷ്യന്മാരും യാത്ര ചെയ്തുകൊണ്ടിരുന്ന വള്ളം പെട്ടെന്ന് കൊടുങ്കാറ്റിലായി. കാറ്റ് ആരംഭിച്ചപ്പോൾ തന്നെ അതിനെ കർത്താവിന് ശാസിക്കാമായിരുന്നു. എന്നാൽ കർത്താവ് ഉറങ്ങുകയായിരുന്നു. കാറ്റ് ഏറ്റവും കൂടുതലായപ്പോൾ മാത്രമേ കർത്താവിനെ വിളിച്ചുണർത്തിയുള്ളൂ. അനേകം ആളുകളും എല്ലാ മാർഗങ്ങളും അടയുമ്പോൾ മാത്രമേ കർത്താവിനെ അന്വേഷിക്കാറുള്ളൂ. നിവൃത്തിയുള്ളിടത്തോളം കർത്താവിനെ അവരുടെ ജീവിതത്തിൽ ഉറങ്ങിക്കിടക്കുവാൻ അനുവദിക്കും. കർത്താവ് ഏറ്റവും ഒടുവിൽ മാത്രം സഹായത്തിന് വന്നാൽ മതി. ഈ ധാരണയാണ് പലർക്കുമുള്ളത്. ഈ കടലിൽ നല്ല പരിചയമുള്ളവരാണ് ഈ വള്ളത്തിലുള്ളത്. എന്നിട്ടും അവരുടെ കഴിവും പരിചയവും നിയന്ത്രിതമല്ലാതായി. കർത്താവ് വിചാരിച്ചാൽ എന്തു ചെയ്യാൻ കഴിയും? രോഗിയെ സൗഖ്യമാക്കുന്നത് പോലെയാണോ കാറ്റിൻ്റെ മേൽ പ്രവർത്തിക്കേണ്ടത്? കർത്താവിൻ്റെ കഴിവിന് അവർ ഒരു അതിര് വച്ചിരുന്നു. ഒടുവിൽ കർത്താവിനെ ഉണർത്തി. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് തന്നെ ഉണർത്തിയതിൽ പരിഭവമില്ല. എന്നാൽ അവരുടെ അവിശ്വാസത്തിൽ കർത്താവ് പരിഭവിക്കുന്നു, അല്പവിശ്വാസത്തെ കുറ്റപ്പെടുത്തുന്നു. അതിനുശേഷം കാറ്റിനെ ശാസിക്കുന്നു. കാറ്റ് അനുസരിക്കുന്നു. ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം. അവർ അത്ഭുതപ്പെടുന്നു. ഇവനാർ? കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ. കർത്താവ് ആരെന്നും കർത്താവിൻ്റെ അധികാര പരിധി എന്തെന്നും ഒരിക്കൽ കൂടി അങ്ങനെ അവർക്ക് മനസ്സിലായി. വേറൊരവസരത്തിൽ കർത്താവ് മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിഷ്യന്മാർ തനിയെ രാത്രിയിൽ കടലിൽ കൂടി അക്കരയ്ക്ക് പോകുകയായിരുന്നു. ഇത് വേദഭാഗം മത്തായി 14:22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ 6:15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ 6:45 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ എന്നിവ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ വള്ളം തുഴഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് കർത്താവ് കടലിൽ മീതെ നടന്നു വന്നു. ചില മണിക്കൂറുകൾക്ക് മുമ്പ് കർത്താവിനോട് കൂടെ തിന്നുകുടിച്ച് സന്തോഷിച്ചിരുന്ന ശിഷ്യന്മാർ ഇതാ ദുഃഖത്തിൻ്റെ താഴ്വരയിലായിരിക്കുന്നു. കർത്താവ് പറഞ്ഞിട്ട് പോയതാണ്. എന്നിട്ടും കർത്താവ് കൊടുങ്കാറ്റിനെ എന്തിനടുപ്പിച്ചുവെന്ന് ചിന്തിച്ചേക്കാം. ഇതെല്ലാം അവരുടെ ജീവിതം ബലപ്പെടുത്തുവാൻ ആവശ്യമാണ്. സമയം രാത്രി, മുമ്പിലും പിമ്പിലും കാണാൻ കഴിയാത്ത അവസ്ഥ. വഴി തിരിച്ചറിയാൻ പാടില്ല. അവർ കൂടുതൽ അന്ധാളിക്കുവാൻ, ഭയപ്പെടുവാൻ ഇത് കാരണമായി. ഇരുട്ടാണല്ലോ, അതുകൊണ്ട് കർത്താവ് കൂടെയില്ല. അവർക്ക് കൂടുതൽ ഭയപ്പെടുവാൻ അതും കാരണമായിരുന്നു. അപ്പോഴാണ് അതാ കർത്താവ് നടന്നു വരുന്നു. കരയിൽ കൂടി എന്ന പോലെ കടലിന്മേൽ നടക്കുന്നു. എല്ലാ പ്രകൃതി ശക്തികളിന്മേലും തനിക്ക് അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു. കടലും തിരയും പ്രകൃതി നിയമങ്ങളും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ സഹായിപ്പാൻ എത്തുന്ന കർത്താവിന് തടസ്സമായിരിക്കയില്ല. അവർ ഭയപ്പെട്ടു. ഭൂതമെന്ന് വിചാരിച്ച് അവരെ നശിപ്പിക്കുവാൻ അടുത്തു വരുന്ന ശത്രുവായി അവർ കണ്ടു. എന്നാൽ കർത്താവ് അവരുടെ ഭയം ഇല്ലാതാക്കി. ഇത് ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് വാക്കുകളോടുകൂടി അവരെ സമീപിച്ചു. ദൈവമക്കൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായ അനേക ഭക്തരുടെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. തിരയിൽ അലയുമായിരിക്കും, പക്ഷേ തിരയിൽ നശിക്കുകയില്ല. വിശ്വാസം ക്ഷീണിച്ചു പോയേക്കാം, പക്ഷേ വിശ്വാസം വീണ്ടെടുക്കുവാൻ വേഗം ഇടവരും. കർത്താവിൻ്റെ സന്നിധിയിൽ കടൽ ശാന്തമായി.
അവരുടെ ഭയം ഇല്ലാതെയായി. അവർ എത്തേണ്ട തീരത്ത് എത്തിച്ചേർന്നു. ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാട്ടുകൾ അവർ പാടിക്കാണും. ലോകത്തിൻ്റെ ഒരു നേതാവായിട്ടോ വലിയ വിശുദ്ധനായിട്ടോ കർത്താവിനെ കാണുന്നവർ ഇവിടെ തെറ്റിപ്പോകുന്നു. അവൻ സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവും നിയന്ത്രിതാവുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പ്രകൃതി നിയമങ്ങൾ, നിബന്ധനകൾ, തത്വങ്ങൾ തുടങ്ങിയവ കർത്താവിന് ബാധകമല്ല. ഇവൻ ആർ എന്ന ചോദ്യത്തിന് നിങ്ങൾ എന്ത് മറുപടി പറയും? യേശു ദൈവപുത്രനായ ക്രിസ്തു തന്നെ. പിതാവാം ദൈവം പുത്രനാം ക്രിസ്തുവിനോടൊപ്പമുണ്ട്. പരിശുദ്ധാത്മാവെന്ന ദാനം നൽകി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. യേശു സകലർക്കും സത്യവും നീതിയും രക്ഷയുമാണ്. ദൈവത്താൽ, യേശുവിനാൽ തന്നെ സകലതും സാധ്യമാകുന്നു. ഈ സംഭവങ്ങളിൽ നിന്നും എല്ലാം പ്രകൃതിശക്തികളെയും നിയന്ത്രിക്കുന്ന, സകലത്തിനുമീതെ അധികാരിയായിരിക്കുന്ന ദൈവമാണ് യേശു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ചില ചോദ്യങ്ങളാണ്. കൂട്ടുകാർക്ക് ഉത്തരം അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം: യേശു ശിഷ്യരോടൊപ്പം ഏത് കടലിനക്കരയ്ക്കാണ് യാത്ര പുറപ്പെട്ടത്? ഏത് കടലാണ്? ഗലീല കടൽ അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം: കർത്താവും ശിഷ്യന്മാരും പടയിൽ കയറി യാത്രയായപ്പോൾ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റുണ്ടായി അല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം: കൊടുങ്കാറ്റടിച്ചപ്പോൾ കർത്താവിനെ വിളിക്കുവാൻ ശിഷ്യന്മാർ വൈകിയത് എന്താണ്? അവരുടെ അല്പവിശ്വാസം തന്നെയാണ് കാരണം അല്ലേ? യേശുവിലുള്ള ദൈവശക്തിയെപ്പറ്റി ശിഷ്യന്മാർക്ക് അറിവില്ലായിരുന്നു. അതുതന്നെയാണ് കാരണം. ഇനി നാലാമത്തെ ചോദ്യം: ശിഷ്യന്മാർ കർത്താവിനെ ഉണർത്തിയതിന് ശേഷം എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? യേശു കൊടുങ്കാറ്റിനെ ശാസിച്ചു. ഉടൻ തന്നെ കാറ്റും തിരമാലയും അടങ്ങി അല്ലേ? ഇനി അഞ്ചാമത്തെ ചോദ്യം: രണ്ടാമത്തെ സംഭവകഥയിൽ ശിഷ്യന്മാർ എന്ത് ചെയ്തതായി പറയുന്നു? എന്താണ് അവർ ചെയ്തത്? ശിഷ്യന്മാർ തനിയെ രാത്രിയിൽ കടലിൽ കൂടി അക്കരയ്ക്ക് യാത്ര ചെയ്യുകയായിരുന്നു അല്ലേ? ഇനി ആറാമത്തെ ചോദ്യം: തണ്ട് വലിച്ച് ക്ഷീണിച്ച ശിഷ്യന്മാർ കണ്ട അത്ഭുതമെന്ത്? ശിഷ്യന്മാർ പങ്കായമൊക്കെ വലിച്ച് ക്ഷീണിച്ച് അവശരായി അല്ലേ? അപ്പോഴേക്കും അതാ അത്ഭുതം. കർത്താവ് കടലിൽ മീതെ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നു. ഏഴാമത്തെ ചോദ്യം: കടലിൽ മീതെ നടന്നു വരുന്ന കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെടാൻ കാരണമെന്ത്? അങ്ങനെ കർത്താവ് വരുന്ന കാര്യം അവർക്ക് മനസ്സിലായില്ല. വരുന്നയാൾ ശത്രുവെന്ന് അവർ വിചാരിച്ചു. എങ്കിലും യേശു അവരുടെ ഭയം ഇല്ലാതാക്കി. യേശു ശിഷ്യർക്ക് ആശ്വാസവും സമാധാനവും നൽകി. ഇനി ഇന്നത്തെ ബൈബിൾ വാക്യമാണ് സങ്കീർത്തനം 46:1. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർ ശ്രദ്ധിച്ച് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ സകലവിധ ദോഷങ്ങളിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ. അങ്ങയുടെ തണലിൽ ഭദ്രമായി കാക്കണമേ. ദൈവിക സമാധാനവും സന്തോഷവും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ.